പനിക്കൂർക്കയില, ചുക്ക്, കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കാനേ ഇതൊക്കെ ഈ നീർക്കെട്ട് കുറയാനും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും ആമാവസ്ഥ ഇല്ലാതാക്കുന്നതിനും നീർക്കെട്ട് കുറയുമ്പോൾ ഇതൊക്കെ കുറഞ്ഞു വരും. മനസ്സിലായോ? പിന്നെ നമ്മൾ ഇതിന് കഷായങ്ങൾ കൊടുക്കുന്ന ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അഭയാഭിപ്പലി, മുലാദി, അമൃതോത്തരം, രാസനാദി, പുനർനവാദി, വെട്ടുമാറൻ, ചുക്കുന്തിപ്പില്ലാതി, അമൃതാരിഷ്ടം, അഭയാരിഷ്ടം, ഇങ്ങനെ പല പല മരുന്നുകൾ വേണ്ടി ഒരു രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിശ്ചയിക്കേണ്ടി വരും. അതിപ്പോ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഈ പറഞ്ഞ ഭക്ഷണ രീതികളും ജീവിത രീതികളും ഇന്ന് മുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. മങ്കിക്കാപ്പ് ഒരെണ്ണം മേടിച്ചോ, വീട്ടിനകത്ത് ചെരുപ്പിട്ടോ, പിന്നെ ഈ സോക്സ് ഒക്കെ ഇട്ട് ടോയ്ലറ്റിൽ പോയിട്ട് കാല് നനച്ചു വരരുതിട്ടോ. അപ്പൊ അത് വീണ്ടും ഇരട്ടി ദോഷവും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. പിന്നെ രസം നിത്യേന ഉണ്ടാക്കിക്കോ, ചൂടോടെ കഴിക്കുക. ഒരു ഫ്ലാസ്ക് മേടിച്ചോ, ചൂടുള്ള ചുക്കുവെള്ളം നിത്യേന കുടിച്ചോ, രാസനാദി പൊടി തിരുമ്മ. ഓക്കെ, ഇത്രയും ശീലമാക്കുക. പിന്നെ നമുക്ക് തൈലങ്ങൾ വേണ്ടി വരും. എന്താ വെച്ചാൽ ഈ വേദന നീരുണ്ടെങ്കിൽ അവിടെ നീരും വേദനയും കൂടെ ഒരു ആമവാദമായിട്ടാണ് വരണമെങ്കിൽ തൈലയോഗങ്ങൾക്കും മരുന്നുകൾക്കും വ്യത്യാസമുണ്ട്.